അവസ്ഥ വരുന്നുണ്ട്. ഏകദേശം ഞങ്ങൾ എയർപോർട്ടിൽ എത്താനായി. അപ്പോൾ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തിനോ ഇല്ലേ എന്നുള്ളത് നമുക്ക് നേരത്തെ അറിയാൻ പറ്റും. അപ്പോൾ അതിനെ പറ്റിയൊരു ആപ്ലിക്കേഷൻ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ആദ്യം പ്ലേ സ്റ്റോറിൽ പോയിട്ട് ആ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം. ആപ്ലിക്കേഷൻ്റെ പേര് ഫ്ലൈറ്റ് റഡാർ 24 എന്നാണ്. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഈ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ മേലെ നമുക്ക് സെർച്ച് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടാകും. അവിടെ ഏത് സ്റ്റേഷനാണ് ആ സ്റ്റേഷൻ്റെ പേര് കോഡ് കൊടുക്കുക. ഞാനിവിടെ CCJ ആണ് കൊടുത്തത്, നമ്മുടെ കാലിക്കറ്റ് എയർപോർട്ടാണ്. അതിൽ നമുക്ക് വേണ്ട ഡീറ്റെയിൽസ് എല്ലാം അവിടെ ഉണ്ട്. അറൈവൽ ആണെങ്കിൽ അത്, ഡിപ്പാച്ചർ ആണെങ്കിൽ അങ്ങനെ. ഞാനിവിടെ അറൈവലാണ് കൊടുത്തത്. അറൈവലിൽ നിങ്ങൾക്ക് കാണാം അവിടെ സൈഡിൽ ലൈവ് എന്ന് കാണാം. അല്ലാത്ത ഫ്ലൈറ്റിനൊന്നും ലൈവ് ഇല്ല. എന്നുവെച്ചാൽ നമുക്ക് ഓൾറെഡി ഫ്ലൈ ചെയ്യുന്ന ലൈവായിട്ട് നിൽക്കുന്ന ഫ്ലൈറ്റിനെയാണ് ലൈവ് എന്ന് കാണിക്കുന്നത്. അപ്പോൾ അതിൽ ഞാൻ ഫോർ എക്സാമ്പിളായിട്ട് നമ്മുടെ എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ ഒരു ദുബായ് ഫ്ലൈറ്റ് എടുത്ത് കാണിക്കുകയാണ്. അതിലും കറക്റ്റ് കൊടുത്തിട്ടുണ്ട് ആ ഫ്ലൈറ്റ് നമ്മൾ ദുബായിൽ നിന്ന് എപ്പോഴാണ് ഡിപ്പാർട്ട് ആവുന്നത്, നമ്മുടെ CCJയിൽ അത് എപ്പോഴാണ് എസ്റ്റിമേറ്റഡ് ടൈം ഓഫ് അറൈവൽ, അതുപോലെ ടൈപ്പ് ഓഫ് എയർക്രാഫ്റ്റിൻ്റെ ടൈപ്പ്, രജിസ്ട്രേഷൻ, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും അതിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഷോൺ മാപ്പ് നമുക്ക് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ വേൾഡ് മാപ്പിൽ നമ്മുടെ ഫ്ലൈറ്റ് ഇപ്പോൾ ഏകദേശം എവിടെ എത്തി എന്നുള്ളതും നമുക്ക് കാണാൻ പറ്റും. കൂടാതെ അതിൻ്റെ റൈറ്റ് സൈഡിൽ താഴത്തായിട്ട് അത് എത്ര ഫീറ്റിലാണ് ഫ്ലൈ ചെയ്യുന്നത്, എത്ര സ്പീഡിലാണ് പോകുന്നത് എന്നുള്ളതും നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഒന്ന് ചെറുതായിട്ട് സൂം ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അറ്റ് ദ സെയിം ടൈമിൽ ആ ഒരു സെയിം ടൈമിൽ എത്രത്തോളം ഫ്ലൈറ്റ് നമുക്ക് ആ ടൈമിൽ ഫ്ലൈ ചെയ്യുന്നുണ്ട് എന്നുള്ളത് കാണാൻ പറ്റും. അപ്പോൾ ഇത്ര സിമ്പിളാണ് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തോ ഇല്ലേ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അൻറ്റിൽ നെക്സ്റ്റ് ടൈം, ബൈ.